വലിയൊരു പ്രതിസന്ധിയിലാണ് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് തെഹ്രീക്ക്-ഇ-താലിബാൻ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയും ആക്രമണങ്ങൾ തുടരുകയാണ്. പുതിയ സാഹചര്യത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് പാകിസ്ഥാനിലെ ദുർബലരായ സർക്കാർ. അതേ തുടർന്ന് ഷെഹ്ബാസ് ഷെരീഫിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ശ്രമം നടത്തുന്നുവെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിലെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഷെഹ്ബാസ് ഷെരീഫിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായാണ് റിപ്പോർട്ട്. നിലവിലെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ സഹോദരനും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫിന്റെ ഭരണം അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്ത പർവേസ് മുഷറഫിന്റെ ശൈലിയിലാണ് ഇപ്പോഴത്തെ സൈനിക മേധാവിയും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുന്നു. ഒപ്പം ചില വിഘടനവാദി സംഘങ്ങളും പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് തുടർച്ചയായി ആക്രമണം അഴിച്ചുവിടുന്നു. അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. പാകിസ്ഥാനിൽ ഇസ്ലാമിക ശരീഅത്ത് നിയമം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. TDPക്ക് പുറമെ ബലൂച്ച് ലിബറേഷൻ ആർമിയും പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പ്രധാനമായും പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാർ ബലൂച്ച് സൈന്യത്തെ വിഘടനവാദികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രധാന ആവശ്യം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സമൃദ്ധമായ ധാതു സമ്പത്തുള്ളതാണ് പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് പിന്നിലെ പ്രധാന കാരണം ഈ ധാതു സമ്പത്ത് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ചൈനയുടെ നടപടിയെ പാകിസ്ഥാൻ സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇതത്ര രസിച്ചിട്ടില്ല. അതുപോലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വികസന പ്രവർത്തനങ്ങളെ പാകിസ്ഥാൻ സർക്കാർ അവഗണിച്ചതും ബലൂച്ച് ലിബറേഷൻ ആർമിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് അരങ്ങേറുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി അടുത്തിടെ സഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്ക് ചെയ്യുകയും 400-ലധികം പാകിസ്ഥാൻ സൈനികരെയും സാധാരണക്കാരെയും ബന്ദികളാക്കുകയും ചെയ്തു. മാത്രമല്ല 216 പേരെ BLA വധിച്ചതായും അവകാശപ്പെട്ടു. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചു. എന്നാൽ പാകിസ്ഥാൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥ സ്ഥിതി ഇപ്പോഴും അജ്ഞാതമാണ്. കൂടാതെ പാകിസ്ഥാൻ സൈന്യവും ബലൂച്ച് ലിബറേഷൻ ആർമിയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. അടുത്തിടെയാണ് സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാൻ പാർലമെൻ്ററി സംയുക്ത സമിതിക്ക് മുന്നിൽ സുരക്ഷാ വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത്. അന്ന് അദ്ദേഹം പാകിസ്ഥാൻ സർക്കാരിനെതിരെ നേരിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാനെ നന്നായി ഭരിക്കേണ്ടതുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, ശക്തമായൊരു സർക്കാർ സംവിധാനം രാജ്യത്ത് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഭീകരതയെ ചെറുക്കുന്നതിനും രാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നതിനും. എന്നാൽ ഭീകരതയെ ചെറുക്കുന്നതിൽ പാകിസ്ഥാൻ നിലവിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ്. ഇതിന് കാരണം ദുർബലമായ സർക്കാർ സംവിധാനങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു.